പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത് ഈ ധ്യാനമാണ്. നിങ്ങൾ ധ്യാനം കൂടുമ്പോൾ ആ ധ്യാനത്തിലാണ് ഇതിൻ്റെ മെക്കാനിസമൊക്കെ പറയണത്. പല കാര്യങ്ങളും അച്ഛൻ ആൾക്കാരെ വരുമ്പോഴാണ് ഈശോ ഇതെങ്ങനെയാണ് ഉടമ്പടി മൊബിലൈസ് ചെയ്യണമെന്നൊക്കെ പറയണത്. ചില ആൾക്കാരുടെ ഉടമ്പടി കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ കാര്യം അവർ ധ്യാനം കൂടാത്തത് കൊണ്ട് തന്നെയാണ്. കാര്യം രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നമുക്ക് ഫയറാക്കുന്നത്. ഒന്ന് ഈ ഉടമ്പടിയുടെ പ്രബോധനവും, രണ്ടാമത് ഉടമ്പടി സാക്ഷ്യവും. അതുകൊണ്ടാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ വാച്ച് ചെയ്യണം, മസ്റ്റായിട്ട് ഉടമ്പടി ധ്യാനം കൂടണം. അല്ലെ ചുളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ സാങ്കേതിക കാര്യം. ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള വിഷയമല്ല, അതൊരു സാങ്കേതികമായ വിഷയമാണ്. ഒത്തിരി ടെക്നിക്കാലിറ്റീസ് ഈ ഉടമ്പടിയിലുണ്ട്. അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് അതിൻ്റെ മേജറായിട്ടുള്ള സബ്ജക്റ്റ് മേജറാകുമ്പോൾ അത്രയും അതിന് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി എന്നും പറഞ്ഞു, തിരുവല്ലയിൽ നിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു GMN നേഴ്സാണ്. പക്ഷെ അവളുടെ മനസ്സിലുള്ളത് OIT പാസ്സാകണം, IELTS പാസ്സാകണം, വിദേശത്ത് പോകണമെന്നാണ്. അപ്പോൾ BSc നേഴ്സ് എടുക്കുന്നവർക്ക് പോലും പലർക്കും IELTS താമസിക്കും, 1-2 പ്രാവശ്യം മാറുന്നു. ഇപ്പം IELTS വലിയ എല്ലാം എക്സ്പയറായി പോയിക്കൊണ്ടിരിക്കണേ. ഇംഗ്ലണ്ടിലെ ആളെടുക്കാത്തത് കാരണം IELTS ഒക്കെ എക്സ്പയറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുഴുവൻ റഷ് ചെയ്യണത് എല്ലാം B1 B2 എക്സാമിനാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം റഷ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ ശമ്പളം 16 ലക്ഷം രൂപയാണ് മാസം. പക്ഷെ അവൾ വർക്ക് ചെയ്യണ ഇന്ത്യയിലാണ്. നമുക്ക് നേരം വെളുത്തിട്ടില്ലല്ലോ, അതല്ലേ പ്രശ്നം. അതാണ് വിഷയം. മാസം ശമ്പളം 16 ലക്ഷം രൂപ. അവൾ വർക്ക് ചെയ്യണത് ഫുൾ ടൈം ബാംഗ്ലൂർ റെസിഡൻസാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അതിനേക്കാൾ ഇരട്ടി കാശ് കൊടുത്ത് യൂറോപ്പിൽ പോയിട്ടും അതിൻ്റെ ടാക്സ് എല്ലാം കട്ടിങ്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ സായിപ്പ് തരത്തുള്ളൂ. 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പകുതിയോളം കട്ടല്ലേ. അപ്പോൾ ഇനിയുള്ള കാലത്ത് എങ്ങനെ വരണമെന്ന് അറിയത്തില്ല. ഇന്ത്യ ആണെങ്കിൽ നല്ല ഗ്രോയിങ് ഇക്കോണമിയാണ്. ഇക്കാലത്ത് നല്ലവണ്ണം ടെക്നിക്കലായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യ തന്നെ കുറച്ച് കഴിയുമ്പോൾ കാര്യം എന്തുകൊണ്ടാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഫ്രിക്ഷൻ? എന്താ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഫ്രിക്ഷനുണ്ട്. അതെന്താ കാര്യം? അത് നമ്മൾ അവരുടെ താല്പര്യങ്ങൾ റെസിസ്റ്റ് ചെയ്തിട്ടാണ്. അവർക്ക് അവരുടെ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഇവിടെ ഇറക്കണം. ഇന്ത്യ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാര്യം അതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളുടെ പണം അടിച്ചു മാറ്റി അവർ പോകണമെന്നല്ലാതെ നമ്മൾ വീണ്ടും തിരുത്തന്മാരായി ഇടിക്കും. സായിപ്പ് പണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന് ഭരിച്ചതാണ്. ഇപ്പം അവർ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഇവിടെ ഭരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇക്കണോമിക്സൊക്കെ എല്ലാം വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നമ്മളോട് പറയുമെന്നും നമുക്കൊരു ഓഫറുണ്ട്. എന്തുകൊണ്ട് വി ഷുഡ് ടേക്ക് കവനൻറ്റ് ആൻഡ് ലീഡ് എ കവനൻറ്റ് ലൈഫ്. എന്തുകൊണ്ട് നമ്മൾ കവനൻ്റ് ദൈവമായിട്ട് ഒരു കവനൻ്റിൽ ഏർപ്പെടണം, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടണം. ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വാട്ട് ഈസ് സ്പെഷ്യൽ വിത്ത് കവനൻറ്റ്? എന്താണ് കവനൻ്റിൽ വ്യത്യാസമുള്ളത്? കവനൻറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമുക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോയാണ് ഈ ബൈബിൾ കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കവനൻ്റിലായിരിക്കുന്നതിൻ്റെ കാരണം വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ രീതി അറിയാമല്ലോ. അതായത്
നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും നമുക്ക് ഒരു ആവശ്യമാണെങ്കിലേ, നമുക്കിപ്പോൾ തൽക്കാലം ഒരു ആവശ്യമാണുള്ളത്. അത് ആവശ്യം എന്തിൻ്റെ ഒരു സൃഷ്ടിയാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്തിൻ്റെ സൃഷ്ടിയാണ്? പലപ്പോഴും പകുതി മുക്കാൽ ആവശ്യങ്ങളും വർത്തമാനകാലത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? പകുതി മുക്കാൽ ആവശ്യങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആവശ്യമാണതില്ല. മനുഷ്യന് ഹ്രസ്വദൃഷ്ടിയായത് കാരണം മനുഷ്യനെപ്പോഴും ഈ ഇന്നത്തെ കാലത്തിന് ഓവർ ഇമ്പോർട്ടൻസ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ എനർജിയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ചിന്ത, ആലോചന, വിചാരം, തീരുമാനം എല്ലാം ഫോക്കസ് ചെയ്യണത് ഈ വർത്തമാന കാലത്തിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്നതാണ്. ബൈബിൾ പക്ഷേ വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികളെ മാത്രമല്ല നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എന്താ ഈശോ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയണത് വർത്തമാന കാര്യങ്ങളല്ല, അത് ഭാവി കാര്യങ്ങളാണ്. ഈ ഭാവി കാര്യങ്ങൾ ഇപ്പം പണ്ട് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും പിടച്ചതിൽ വീഴണത് ആരാണ്? എപ്പോഴാണ് വീഴണത്? ഈ മുമ്പ് ആ സൈക്കിളിൻ്റെ മുമ്പിലുള്ള വഴിയിലിട്ട് മാത്രം നോക്കിക്കൊണ്ട് വണ്ടി പഠിക്കുമ്പോഴാണ് ഹാൻഡിൽ വെട്ടിപ്പോണത്. അപ്പോൾ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ എന്താ പറയണത്? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാനെന്ന് പറയും, അല്ലേ? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാൻ. ആ സൈക്കിളിന് മാത്രമല്ല, ജീവിതത്തിനും അങ്ങനെയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന നേരെ ഉള്ള കാഴ്ചയാണെങ്കിൽ 8 കിലോമീറ്റർ കാണാമെന്നാണ് പറയണം മനുഷ്യന്. നേരെയുള്ള കാഴ്ച മനുഷ്യൻ്റെ കപ്പാസിറ്റി 8 കിലോമീറ്ററാണ്. അപ്പോൾ പരത്തിനൊക്കെ 40 കിലോമീറ്റർ കാണാമെന്ന് ഓർക്കണം. അതെങ്ങോട്ട് മേഘങ്ങളിൽ നിന്ന് ഒളിച്ചിരുന്നിട്ടാണ് ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് പോണത്. ദാറ്റ് മീൻസ് ആ കക്ഷി അവിടെ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കിലോമീറ്റർ മുകളിലാണ് നിൽക്കുന്നത്. ആ സാധനത്തിന് ഈ കോഴിക്കുഞ്ഞിനെ കൃത്യമായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ അപ്ഡേഷൻ ഉണ്ടെങ്കിലും, അപ്ഡേഷൻസ് നമ്മൾ വായിക്കുന്നത് മീഡിയയുമായിട്ട് ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് അപ്ഡേഷൻസ് കിട്ടാം. വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം നമുക്കൊരു അപ്ഡേഷൻസ് കിട്ടും. അതനുസരിച്ചാണ് ഈ ആൾക്കാർ മൂവ് ചെയ്യുന്നത് പലപ്പോഴും ഇൻഫർമേഷൻ കൊണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ ഏറ്റവും വലിയ ഒരു കാലഘട്ടമാണിത്. പക്ഷെ മനുഷ്യനെ നയിക്കാൻ ഈ ഇൻഫർമേഷൻ മാത്രം പോരാ, വളരെ പരിമിതമാണ്. എന്താ കാര്യം? നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ നയിക്കണം, ജീവിതം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ട് പൂട്ടുമെന്ന് ഒരിക്കലും നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും ആരും വിചാരിക്കണില്ല. എത്ര പേരുടെ IELTS ആണെന്നറിയാമോ? വെറുതെ ക്യാൻസലായിരിക്കണ വീട്ടിൽ തീർന്നു, ആ കാശും പോയി. ഇനി OET ക്യാൻസലായിരിപ്പുണ്ട്. കാര്യം എന്താണ്? ആ രാജ്യത്തിന് ആളെ വേണ്ട, തീർന്ന്. അപ്പം അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന കാര്യങ്ങളെ അവൻ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ ദൈവമായിട്ട് നമുക്ക് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ, ദൈവത്തിനറിയാമല്ലോ ഈ സാധനം ക്യാൻസലാക്കാൻ പോകണമെന്നുള്ളത്. ഈ B1 B2 ഒക്കെ ഇനിയിപ്പോൾ ക്യാൻസലാകും കുറച്ച് കഴിയുമ്പോൾ. ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ രാജ്യമൊന്നുമല്ല. നമ്മളെ ആൾക്കാർ എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർക്ക്. നമ്മൾ കേരളക്കാർ മാത്രമല്ലല്ലോ, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ അവിടെ ചെല്ലണത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം ക്യാൻസലാവും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഞാൻ ഒരു കാര്യം മാത്രമല്ല പറയണത്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബാധിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ഒരു 40% വിഷയങ്ങൾ മാത്രമേ വർത്തമാനകാലത്തെ നമുക്ക്
ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 60% കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അത് പക്ഷെ നമ്മൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈശോ അതിൻ്റെ പ്രൊവിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്താണ് ഒന്നൊരു വായിച്ചത്? യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്തത് നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം നമ്മളെ അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നത് നമ്മൾക്ക് മെരിറ്റാണ് ലോസ് ചെയ്യണത്. നമ്മുടെ മെരിറ്റ് ലോസ് ചെയ്യും. ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളും എല്ലാ നേട്ടങ്ങളും വരണത് ആൾക്കാരെല്ലാം ഇങ്ങനെ ഒത്തിരിയേറെ ക്രാഷ് കോഴ്സുകൾ, പിന്നെ എഡ്യൂക്കേഷൻ അപ്ഡേഷൻസൊക്കെ എല്ലാം നടത്തി എടുക്കുന്നതിൻ്റെ പിന്നിൽ, പിന്നെ എക്സ്പീരിയൻസൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? അതുകൊണ്ടൊന്ന് നെറ്റ് ഇഫക്റ്റ് എന്താണ്? നമ്മുടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ മനുഷ്യൻ കാണുന്ന ഒരു രീതി. മെരിറ്റ് നമ്മുടെ ഒരു ഒരു വിഷയത്തിൽ 6 മാസത്തെ ക്രാഷ് കോഴ്സ് എടുത്തു, നമുക്കവിടെ എക്സ്പീരിയൻസായി എന്ന് പറയുമ്പോൾ നമുക്ക് എലിജിബിളാകുകയാണ്. എക്സ്പീരിയൻസ് ആൻഡ് എലിജിബിലിറ്റി ആയിട്ടാണ് കണക്ട് ചെയ്യണത്. ബൈബിള് ഈ എലിജിബിലിറ്റിനെ എന്താ വിളിക്കുന്നത്? ബൈബിള് മെരിറ്റെന്ന് വിളിക്കും. അതല്ലേ? എലിജിബിലിറ്റിനെ അർഹത, യോഗ്യത ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ എലിജിബിലിറ്റി എന്ന് പറയുന്ന വിഷയത്തെ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വേറെയാണ്. എന്താണത്? മെരിറ്റ്, യോഗ്യത എന്ന് പറയും. ഇനി ബൈബിളിനെ നിരീക്ഷിക്കുന്ന രീതികളുണ്ട്. എന്താണ്? മനുഷ്യന്മാർ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും, എത്ര എലിജിബിലിറ്റി ഉള്ളവരായാലും, എലിജിബിലിറ്റി ഉള്ളവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ വൈ ഷുഡ് യു മസ്റ്റ് ഗെറ്റ് ദാറ്റ് ജോബ്? അതാണ് വിഷയം. അവിടെ ഒരു പ്രശ്നമാണത്. അതൊരു പസ്സിലാണ്. ഈ അർഹതയുള്ളവരുടെ നീ അർഹതയ്ക്ക് വേണ്ടി തലകുത്തി മറിഞ്ഞ് മറ്റുള്ളവരെക്കാൾ അർഹത നേടി ഒരു കോമ്പറ്റീറ്റീവ് സ്റ്റാറ്റസ് നീ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? അവസരങ്ങൾ ചുരുക്കമാണ്. അല്ലേ? അവസരങ്ങൾ ചുരുക്കമായത് കൊണ്ട് തന്നെ ഇപ്പം 100 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റേ ഉള്ളു. അതേസമയം തന്നെ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ 100 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 90 പേരും ഔട്ടാകത്തില്ലേ? അപ്പോൾ എലിജിബിലിറ്റി നോൺസെൻസ് ആകത്തല്ലേ? അപ്പോൾ ബൈബിള് ഇതിന് വേറൊരു വാതിലാണ് തുറന്നിരുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ഒരു രീതി, ബൈബിള് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ പെട്ടെന്ന് കൺകർ ചെയ്യാൻ പാടായിരിക്കും. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ, കാര്യം പഴയ നിയമത്തിൻ്റെ കാലഘട്ടം ക്രിസ്തുവിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അതിനകത്ത് ചില സമയത്തൊക്കെ കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെ ഉള്ള നിലപാടുകൾ എടുക്കും. സർവൈവിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ അങ്ങനെ വരും. ജീസസ് വന്നപ്പോൾ ഇതെല്ലാം ക്യാൻസലാക്കി കളഞ്ഞു. എന്താ കാര്യം? ദൈവത്തെ പക്ഷം ചേർത്ത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഇമ്മാനുവൽ കോൺസെപ്റ്റാണ് ഈശോ പ്രൊമോട്ട് ചെയ്യണത്. അപ്പം ദൈവം കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അക്രമവും കൊലപാതകവും അങ്ങനെ അതുപോലെയുള്ള അഭ്യാസങ്ങളുമായിട്ട് പോയാൽ ദൈവത്തിന് നമ്മുടെ കൂടെ സഹായിക്കാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ ഒരു ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ ഉള്ള ദൈവത്തിൻ്റെ ഒരു ആന്തരിക അഭിവാഞ്ചം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു ആന്തരിക അഭിവാഞ്ച ദൈവം പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ബേസിക് അഭിവാഞ്ചയാണ് ദൈവത്തിൻ്റെ. ഇത് നമ്മൾ മാക്സിമം ഇത് സ്ക്യൂസ് ചെയ്യണം. മാക്സിമം ഈ അവസരം പ്രയോജനപ്പെടുത്തണം. എന്താണ് ബേസിക് അഭിവാഞ്ചം? എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് തുറന്നിട്ടിരിക്കുന്നൊരു വാതിലാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ റിസ്ക് എന്താ? ഈ ദൈവത്തിനെയും കൊണ്ടുപോകാൻ നമുക്ക് പാടായിരിക്കും. കാരണം നമ്മുടെ കയ്യിരിപ്പും ദൈവം ആഗ്രഹിക്കണം തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ കുറച്ച് ഒതുങ്ങിക്കൊടുക്കും. എന്തിനാണ്? ദൈവത്തിനെ നമ്മുടെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് ഒരു വളരെ ഈ ഒരു അവസരം ഉണ്ട്. പക്ഷേ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നവർ പലപ്പോഴും ചുരുക്കമായിരിക്കും. ദൈവം ഒരു വലിയ അവസരം തന്നതാണ്. എന്താണ്? ദൈവത്തിൻ്റെ ബേസിക് മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതാണ്. കാര്യം എനിക്ക് തന്നെ അത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മേ 2 പ്രാവശ്യം നീ എനിക്ക് നേരെ വന്ന് എന്നെ കണ്ടു. ഈ ശരിക്കും പറഞ്ഞ ആ കാലത്ത് എന്നേക്കാൾ എത്രയോ യോഗ്യന്മാർ ദൈവദൃസന്നിധിയിൽ ചൈതന്യമുള്ളവർ ഈ ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടാണോ? എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യമാണ് നമുക്ക് ഓക്കെ. ഒരു പ്രാവശ്യം അമ്മ വന്നപ്പോൾ 4 വിരലെടുത്ത് എൻ്റെ വായിലിട്ട് എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായത് കാരണം ഞാനത് ബൈബിളെടുത്ത് നോക്കി. പിറ്റേ ദിവസം ഈജിപ്തിൽ വെച്ചാണ് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. അപ്പോൾ എനിക്കറിയാം അമ്മ എന്തോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. ആ അടയാളങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങളെന്ന് പറഞ്ഞ് നോക്കി, ഞാൻ വലിയ പ്രസംഗമൊന്നും ചെയ്യണില്ലല്ല, ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവത്തിന് അറിയാം, നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയണതനുസരിച്ച് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം. ഈ ലക്ഷ്മിയുടെ സാക്ഷ്യം അതാണ്. ലക്ഷ്മി രക്ഷപ്പെടാൻ കാര്യം, ലക്ഷ്മി GM നേഴ്സ്, ജനറൽ നേഴ്സിംഗാണ്. പക്ഷേ ലക്ഷ്മി രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ അന്വേഷിക്കുന്നത് വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്. അത് ഒരു ദിവസം വചനം വായിച്ചപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാനത് എന്നോടും ചോദിച്ചു, നിങ്ങളോടും ചോദിച്ചു. എന്താണ് വിശേഷവിധിയായി? മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഇത് ഭയങ്കര റിലേറ്റിവിറ്റിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്താൽ ഒന്നാമതിൽ ദൈവത്തിന് മുതലാകത്തില്ല. അതാണ് ഏറ്റവും പ്രശ്നം. എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് നേരത്തെ പറഞ്ഞു, ജോസഫേ, വെറുതെ ദൈവമായിട്ട് ജീവിച്ച് നിൻ്റെ ചെറിയ പരിപാടികൾ കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. കാര്യം ഇതിന് നല്ല ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊരു ആത്മാർത്ഥയില്ലാത്തവരുമായിട്ട് ദൈവം മുന്നോട്ട് പോകത്തില്ല. പച്ചക്ക് പറഞ്ഞതാണ്. ദൈവം എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? തൻ്റെ ഏകജാതനെയാണ് നൽകിയിരിക്കുന്നത് ഈ പ്രോജക്റ്റിൽ. ഇനി ദൈവത്തിൻ്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ 3:16 കൂടെ കോമ്പറ്റൻ്റായിട്ട് വരുന്ന വചനം എന്താണ്? നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി ഒരു നാണം കെട്ട സ്നേഹമാണ് ദൈവത്തിൻ്റെത്. നമ്മളും ഇതുപോലെ നാണം കെട്ട് ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് പറഞ്ഞ് അഴിയാതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉപ്പ് ഇരിക്കണ കുട ഉടയണ പോലെ ഉടഞ്ഞു പോകാമെന്നല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു രീതിയാണത്. അതായത് ഒന്നും ബാക്കി വെക്കാതെ, പാത്ത് വെക്കാതെ റിസർവ് ചെയ്യത്തില്ല. അൺറിസർവ്ഡ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ആണ്. ഇതിങ്ങനെ ധ്യാനഗുരുക്കന്മാരിങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷവും ഒക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്താ കാര്യം?
ഈ കഥ കേൾക്കണമെങ്കിൽ കേൾക്കാൻ ചെവി ഉണ്ടാകണം. അതാണ് പ്രശ്നം. അതാണ് ഈശോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോ എന്ത് പറയും? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 13:9 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി ശ്ലീഹ 13:9 ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 13:9 13:9 ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരണത്. തൻ്റെ ഏകജാതനെ അന്തരാത്മാവിൽ അറിയണത് അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ, ഇതൊരു 100 തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് വരുന്ന പ്രത്യേകിച്ച് നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്താ കാര്യം? നമ്മൾക്ക് കേൾക്കാനുള്ള ശ്രവണാഭിഷേകം എന്നും പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, അത് തന്നിട്ടില്ല. അതാണ് വിഷയം. കേൾക്കാൻ ചെവി എന്നുകൊണ്ട് ഈ ചെവി അല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്ക്, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ അന്തരാത്മാവിൽ അറിയണത് അഭിഷേകപ്രകാരമാണ്. ആ അഭിഷേകം നമുക്ക് തന്നിട്ടില്ല. കാര്യം എന്താണ്? അത് പേയ്മെൻ്റ് സീറ്റാണ്. അതാ വിഷയം. അഭിഷേകം പേയ്മെൻറ്റാണ്. നമുക്ക് ചില ആപ്പൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് അതിൻ്റെ കുറച്ചുകൂടി കൂടിയ വേർഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും പേയ്മെൻറ്റാണ്, ഇതിന് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറയും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവമായിട്ടൊക്കെ ഒരു പേയ്മെൻറ്റും ഇല്ലാതൊക്കെ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം പേയ്മെൻറ്റാണ്. എല്ലാം പേയ്മെൻറ്റാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 40% കാര്യങ്ങൾ ദൈവമായിട്ട് വലിയ പേയ്മെൻ്റ് ഇല്ലാതെ എല്ലാവരും കിട്ടും. പക്ഷേ അതിൻ്റെ കുറച്ച് റിവൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞതുപോലെ അതിന് പ്രത്യേക അഭിഷേകം കിട്ടണം. ഇപ്പം നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ, അത് ഇതുകൊണ്ട് യോജിക്കുന്ന വാക്കാണ്. അത് വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വായിച്ചോ, പഠിക്കുള്ള സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:32. നേരത്തെ വായിച്ചത് യോഹന്നാൻ 3:16 ഈ യോഹന്നാൻ 3:16 ഇപ്പോഴ് പൗലോസ് അപ്പോസ്തലൻ്റെ റോമ 8:32 തമ്മിൽ ലിങ്ക്ഡാണ് ആ വചനം. എന്താണ് അത്? 8:32 എന്താ പറയണത്? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, അതാണ് ഏകജാതനെ നൽകാൻ തക്ക വിധമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ കുറച്ചുകൂടി വ്യാഖ്യാനം പറയുകയാണ് പൗലോസ്. എന്താണ്? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതിനകത്ത് മെയിൻ വാക്ക് എന്താണെന്ന് അറിയാമോ? ഒഴിവാക്കാതെ എന്നാണ്. റിസർവ് ചെയ്യാതെ. മനസ്സിലായില്ലേ? ഈ റിസർവ് ചെയ്യാതെ, നിങ്ങളെ റിസർവ് ചെയ്യാതെ ദൈവമായിട്ട് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ 10,000 കാര്യങ്ങൾ റിസർവ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശ്രദ്ധ പിടിപ്പിക്കുന്നത്. ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കയ്യേൽപ്പിക്കാത്ത റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇതാണ് എന്ന് പറഞ്ഞ ആ വചനം എന്താണ്? റോമ 8:32. പറഞ്ഞ റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ ഇതുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ബട്ടറായിട്ടുള്ള ക്രീം ആയിട്ടുള്ള ആണ് നമ്മളെടുത്ത് തോണ്ടി തിന്നണത്. എന്താണ്? വചനത്തിൻ്റെ ക്രീമായിട്ടുള്ള സ്ഥലങ്ങളില്ല. അതാണ് നമ്മൾ കുഞ്ഞുപിള്ളേരുടെ മുമ്പ് കേക്ക് വെക്കുമ്പോൾ എന്താ ചെയ്യണത്? അതൊക്കെ വന്നിട്ട് ആ ക്രീമും ആ ചെറിയൊക്കെ എടുത്ത് വായി തിന്നിട്ടിരിക്കും. നമുക്ക് കേക്ക് മുറിക്കണമെങ്കിൽ തന്നെ അവന്മാർ ആ ക്രീമൊക്കെ അകത്താക്കും. ഇതുപോലെ വചനത്തിലെ ക്രീംസാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് നമ്മൾ എടുക്കുന്നത്? എന്താണ്? സമസ്തവും അവൻ നമുക്ക് തരാതിരിക്കുക, അതിൻ്റെ ക്രീം അതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കേക്ക് എന്താ? അവനോട് കൂടി എന്നുള്ളതാണ്. അവനോട് കൂടിയല്ല നിങ്ങളെ
അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണ്ടെന്നാണ് പറയണത്. അവന് വേണ്ടാത്തവന് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങോട്ട് കൈ നീട്ടി വരണ്ടെന്നാണ്. വെരി ക്ലിയർ അല്ലേ? അവനോട് കൂടെ ഒന്ന് പറഞ്ഞേ, അവനോടുകൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ? അപ്പൊ ദൈവത്തിന്റെ പ്രയോറിറ്റിയിൽ ആദ്യം നൽകുന്ന അനുഗ്രഹം എന്താണ്? അവനാണ്. അവനോ അവൻ്റെ വചനത്തിനോ പ്രാധാന്യമില്ലാതെ ജോലി, വീട്, വിവാഹം എന്നൊക്കെ പറഞ്ഞ് മാത്രം നടന്നാൽ നടക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഈ ലക്ഷ്മിയോട് തന്നെ സിസ്റ്റർ ചോദിച്ചു, നിനക്കെന്നെ ആത്മീയ വളർച്ച ഉണ്ടായെന്ന് ചോദിച്ചു. അവളുടെ പരീക്ഷകൾക്കെല്ലാം കർത്താവ് കൂടെ പോയി. അമ്മ അവൾ ഒരു 120 മിനിറ്റേ ഉള്ളു. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സമയത്ത് ഇവർക്ക് കമ്പ്യൂട്ടറിൽ സമയം കാണാൻ പാടില്ല. ഇനി എന്ത് സമയമുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇവൾ അമ്മയുമായിട്ട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാരണം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സമയം എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകണില്ല, എനിക്ക് തലക്ക് വെളിവ് പോണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാര ഡ്രസ്സിട്ടൊരു ലേഡി കയറി വന്ന ഉടനെ എന്നിട്ട് കമ്പ്യൂട്ടർ എന്ത് അമ്മയോട് ഇവൾ മനസ്സിൽ അമ്മയോട് പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഭയങ്കര രസമാണ്. ഐ കം വിത്ത് യു വേറെവർ യു ഗോ. എന്താ നിനക്ക് എവിടെയാണ് ആവശ്യമെങ്കിൽ അവിടെ ഞാൻ വരുമെന്നതിൻ്റെ അർത്ഥം. നിനക്ക് എവിടെയാണ്? അപ്പോൾ ഇവൾ അമ്മയോട് പറഞ്ഞു, ഇവിടെ അമ്മ എനിക്ക് ടൈം കാണാനില്ല, ഇനി എന്തുമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാൻ പാടില്ല, അമ്മ എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ പറഞ്ഞതല്ലേ. ആ 1000കണക്കിന് ആൾക്കാരിക്കുന്ന എക്സാം ഹാളിലൂടെ ചാര ഡ്രസ്സ് ഇട്ട് ലേഡി കയറി വരും. കയറി വന്ന ശേഷം ഇവളോട് പറയും, കമ്പ്യൂട്ടർ 2 കൊട്ടും, ടൈം കാണിച്ചു കൊടുക്കും. ഒള്ളി 20 മിനിറ്റ്സ് എക്സിസ്റ്റ്, 20 മിനിറ്റേ ഉള്ളൂ, നിനക്ക് 100 ചോദ്യങ്ങൾ എഴുതാനുണ്ട്. അവർ പോകും. എന്ത് രസമാ! നിനക്കിനി 20 മിനിറ്റേ ഉള്ളൂ, നിനക്കിനി 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട്. അപ്പം തന്നെ അവൾ പറഞ്ഞു, എൻ്റെ കാര്യം തീർന്നു. 100 എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആകപ്പാടെ ചെയ്തിരിക്കുന്ന പരിപാടി ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ചെന്നൈയിലാണ് എക്സാം, അവിടം വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. അതെന്താ കാര്യം? അപ്പോൾ നിങ്ങളോർക്കും ഈ ആൾക്കാർ ഇതെന്താ ഈ കാലത്ത് ഹൈടെക് അന്ധവിശ്വാസമാണെന്ന് ഓർക്കും. ബുദ്ധിയും ബോധമില്ലാത്തവൻ റീസൺ ഉപയോഗിച്ച് കാര്യം എന്താ വെച്ചാൽ വിശ്വാസ പ്രയോഗമാണത്. എന്താ വിശ്വാസ പ്രയോഗം? കർത്താവ് എനിക്ക് മെരിറ്റില്ല, ഞാൻ ആശ്രയിക്കുന്നത് നിൻ്റെ ഗ്രേസിലാണ്. അതാണ് സംഭവം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് മെരിറ്റില്ല, എനിക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയത്തില്ല, ഐ ആം നോട്ട് വെൽ പ്രിപ്പയർഡ്, ഐ ഹാവ് നോ മെരിറ്റ്, എനിക്ക് മെരിറ്റില്ല, എൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടം വരെ ഉപ്പിട്ട് അവിടെ ചെന്നൈയിലും കൊണ്ടുപോയി ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. എന്താ പരിപാടി? കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന്. അതല്ല പ്രശ്നം, അതൊരു വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനമല്ല, വിശ്വാസ പ്രയോഗം. വിശ്വാസം 3 തരത്തിലാണ്. നമുക്ക് വിശ്വാസം എക്സ്പ്രസ് ചെയ്യണ 3 തരത്തിലാണ്. ഒന്ന്, വെൻ അവർ പ്രേയേഴ്സ് അവർ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു പ്രേയേഴ്സ്, സെറ്റ് ഇൻ ടു വേഴ്സ്. അതായത് നമ്മളുടെ ഫെയ്ത്ത് വി ക്യാൻ സെറ്റ് ഇൻ ടു വേഴ്സ്. വേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശബ്ദങ്ങളും വാക്കുകളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പ്രയർ എന്നാണ് പറയണത്, പ്രാർത്ഥന എന്ന് പറയും. ദ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു വേഴ്സ്, അതിനാണ് പ്രാർത്ഥന എന്ന് പറയണത്. അത് എല്ലാവരും ചെയ്യണത് അതാണ്. പക്ഷേ ചില വിഷയങ്ങൾ, മേജർ സബ്ജക്റ്റ്, ഹെവി ഡ്യൂട്ടി സബ്ജക്റ്റ് പ്രേയറിൽ നിൽക്കത്തില്ല. കാര്യം പ്രേയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവനും ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയാണ്. അതായത് ദൈവിക പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളെ ആകുന്ന വിശ്വാസത്തെയും അതുപോലെ തന്നെ പ്രത്യാശ, സ്നേഹത്തെയുമാണ് നമ്മൾ പ്രാർത്ഥനയെ വർക്കിംഗ് കണ്ടീഷൻ മെറിറ്റോറിയസ് ആക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിലുള്ള ദൈവിക പുണ്യങ്ങളാണ്.
ആ ദൈവിക പുണ്യങ്ങളിൽ പലതും ഡാമേജ് ആയിരിക്കും. കാര്യം നിൻ്റെ വിശ്വാസമല്ലേ. നിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് വരാൻ കാരണം നിൻ്റെ പഴയ ഫയലാണ്. പഴയ ഫയലിൽ പലപ്പോഴും വിശ്വാസം നീ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഡാമേജ് ഫെയ്ത്ത് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു വിശ്വാസം ഫോളോ ചെയ്തിട്ട് അതിൽ നീ വിചാരിക്കണ ഗ്രോത്ത് ഇല്ലെന്ന് കണ്ട വിശ്വാസം ഫെയ്ഡാക്കി കളയുന്നേ. അത് ഫയലായിപ്പോയി. മനുഷ്യന്മാരോട് ഇടപെടുന്നതിനേക്കാൾ പാടാണ് ദൈവത്തോട് ഇടപെടുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നിൻ്റെ ഫെയ്ത്ത്, നിൻ്റെ പേര് അഖിലാണ്. ഫെയ്ത്ത് ഓഫ് അഖിൽ എന്ന് പറഞ്ഞ് കർത്താവ് അടിച്ചു നോക്കുമ്പോൾ മൊത്തം വരണത് ഡാമേജ് ആയിരിക്കും. എന്താണ്? 2022 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, 2018 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, മൊത്തം ഡാമേജൊക്കെ കയറി വരുന്നത്. ഈ ഡാമേജ് ഫെയ്ത്തുമായിട്ടാണ് ഇപ്പോഴും നീ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ പ്രത്യാശയ്ക്ക് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. ചില ദിവസങ്ങൾ നീ കുടുംബപ്രാർത്ഥനയും മുടക്കിക്കളഞ്ഞ്, ചില ദിവസങ്ങൾ നീ കുർബാനയും മുടക്കിക്കളഞ്ഞ്. എന്താ കാര്യം? അത് നക്കാപ്പിച്ച കാര്യം. ആരൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് എവിടെയെങ്കിലും സിനിമക്കൊക്കെ പോയി രാത്രി ഇരുന്ന് ചുമ്മാ സിനിമ കുത്തിയിരുന്ന് കണ്ടേച്ചും 4 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് കുർബാന മുടക്കി, ഇങ്ങനെ ഒരു പക്കാ പരിച്ചാഴിയായിരിക്കും നീ എന്നാ കാണിക്കാനാണ് ദൈവതിരുസന്നിധി വരണത്? നിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ റെഡ് അടിച്ചിങ്ങോട്ട് വരും. മുഴുവൻ റെഡ് അടിക്കും. അപ്പോഴങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഈ പ്രെയറിന് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. അതുകൊണ്ട് ലക്ഷ്മിയുടെ കുറച്ച് ഫേക്ക് പ്രേയേഴ്സ് ഉണ്ട്. പഴയത് അതായത് ഫേക്ക് പ്രേയേഴ്സ് എന്ന് നമ്മൾ പറയും. പ്രേയേഴ്സാണ്, ഫേക്കാണ്. കാര്യം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വിശ്വാസത്തിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് വരുമ്പോൾ വിശ്വാസത്തിന് അതിനെ എല്ലാം ആ വിശ്വാസത്തെ നീതീകരിക്കുന്ന പ്രവൃത്തികളുണ്ടാകണം. ആ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ ആധാർ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ലോഡ്ജിൽ പോലും കയറി താമസിക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരനാണെന്ന് പോലെ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്, വിളിച്ച് ചോദിക്കാനൊക്കെ പറ്റും. ആരെ വിളിച്ച് ചോദിക്കാം, പോയി പണി നോക്കാൻ പറയും. നാട്ടിലുള്ള ലോഡ്ജിൽ പോലും കയറാൻ പറ്റത്തില്ല ഈ ആധാർ കാർഡ് ഇല്ലെങ്കിൽ. അതെല്ലാം രേഖകൾ എപ്പോഴും രേഖകളാണ്. എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് കാണിക്കുമ്പോൾ നിൻ്റെ ഫെയിൽഡ് ആൻഡ് ഫേക്ക് ഫെയ്ത്താണ് അടിച്ചു വരുന്നത്. ഫെയിൽഡ് ആൻഡ് ഫേക്ക്, പരാജയപ്പെട്ട വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് വല്ല ഏണിങ്സ് ഇല്ലെങ്കിൽ നീ മാറ്റിപ്പിടിക്കും. ഒന്നും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ തന്നെ നീ പ്രാർത്ഥന കുറക്കും. പ്രാർത്ഥന കുറച്ചില്ലേ തന്നെ നിനക്ക് റിട്ടേൺസ് ഇല്ലാത്ത ഒരു പരിപാടിക്ക് നീ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ദൈവമായിട്ടുള്ളത് ഒരു വ്യാപാര ബന്ധം മാത്രമായിരിക്കും, വ്യാപാര വിനിമയം മാത്രമായിരിക്കും. നീ കുറച്ച് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് പറയുകയോ കൊന്ത ചെല്ലുന്നു, അതനുസരിച്ച് നിനക്ക് ജോലിയോ വീടോ സൗഖ്യമോ തരുന്നു. ഇങ്ങനെ ഒരു വ്യാപാര വിനിമയമായിരിക്കും. ഈ വ്യാപാര വിനിമയക്കാരെ ദൈവത്തിന് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ല. ഈ ജന്മം കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? വ്യാപാര വിനിമയക്കാരുടെ വിശ്വാസം കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? എപ്പോഴും നിന്നെക്കുറിച്ചൊരു പേഴ്സണൽ അസസ്മെൻ്റ് ഉണ്ടാകണം. കാര്യം എപ്പോഴും ദൈവത്തിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. കാര്യം ദൈവത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രയവിക്രയങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനും ഉണ്ടാകത്തുള്ളൂ എപ്പോഴും ദൈവത്തിന്. അതുപോലെ കട്ടക്ക് ദൈവമായിട്ട് നമുക്ക് കട്ടക്ക് നിൽക്കേണ്ടി വരും. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ഇതുപോലെ നമ്മുടെ കളിയും കട്ടായും കണ്ട ദൈവത്തിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഓരോ മാസം ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലേക്ക് അക്കൗണ്ട് വരുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അതാണ് ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയണത്. ഇപ്പം ലക്ഷ്മിയോട്